നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യക്ഷിക്കഥകളുടെ പേരിൽ അനാഥമാക്കപ്പെട്ട് കിടന്ന ഒരു ചിറ, ആ ചിറ നാട്ടുകാർ വീണ്ടെടുത്ത കഥയാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിൻ ആദ്യം പറയുന്നത്. തൃക്കാക്കരയിൽ ഒരു ചിറയുണ്ട്, വാരിക്കോരി ചിറ. ഈ ചിറയിൽ നിന്ന് നാട്ടുകാർ വാരിക്കോരി മാറ്റിയത് പായലും ചെളിയും മാലിന്യങ്ങളും മാത്രമല്ല, മറിച്ച് കയ്യേറ്റങ്ങളും കുറേ മേമ്പൊടിയായി ചേർത്ത കഥകളുമാണ്. ആ മനോഹരമാക്കിയ ചിറ ഉദ്ഘാടനം ചെയ്തത് 200 അമ്മമാർ ചേർന്നാണ്. എത്ര മനോഹരമായ ആശയമല്ലേ? തൃക്കാക്കര നഗരസഭയിലെ വാരിക്കോരിച്ചിറയ്ക്ക് ശാപമോക്ഷം ലഭിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി പായൽ മൂടിക്കിടക്കുകയായിരുന്നു ഇവിടം. അരികുകൾ ഇടിഞ്ഞ് പടവുകൾ അടർന്ന് അപകടാവസ്ഥയിലായിരുന്നു ചിറ. അതിനോടൊപ്പം ഒരുപാട് യക്ഷിക്കഥകളും പ്രചരിച്ചിരുന്നു. വാർഡ് കൗൺസിലറും നാട്ടുകാരും ഒറ്റക്കെട്ടായി നിന്നതോടെ ഒരു ജലാശയം വീണ്ടെടുക്കപ്പെട്ടു. പണ്ടുകാലത്ത് ആളുകൾ കുളിക്കാനും മറ്റും ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇത്. ചിറയിൽ പ്രേതമുണ്ടെന്ന കഥകൾ പ്രചരിച്ചതോടെ ഇവിടേക്ക് ആരും വരാതായി. അതോടെ കയ്യേറ്റവും കൂടി. തൊട്ടടുത്ത വീടുകളിൽ നിന്നും മലിനജലം ഒഴുക്കിവിടാനുള്ള ഇടമായി ചിറ മാറി. എന്നാൽ കൗൺസിലർ സൈമൺ ഈ കഥകളൊന്നും വിശ്വസിച്ചില്ല. ചിറ നന്നാക്കിയെടുക്കാൻ തന്നെ തീരുമാനിച്ചു. കയ്യേറിയ സ്ഥലങ്ങൾ തിരിച്ചുപിടിക്കാൻ കേസ് നടത്തി. നഗരസഭയുടെ അഭിഭാഷകനെ കൂടാതെ നാട്ടുകാർ പിരിവിട്ട് അഭിഭാഷകനെ വെച്ചു. ഒടുവിൽ സ്ഥലം തിരിച്ചുപിടിച്ചു. പണ്ട് ആളുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ആളുകൾ അന്യസംസ്ഥാനക്കാരിലുള്ള ആളുകളൊക്കെ ഇതിനകത്ത് കുളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്ത് വാഴക്കാല എന്ന് പറയുന്നൊരു സ്ഥലത്ത് നിന്ന് തമിഴ്നാട്ടുകാരായ ഒരുപാട് ആളുകളൊക്കെ, ഇവിടെ ജോലിക്ക് വരുന്ന ആളുകളൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ അദൃശ്യ ശക്തികളുണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് എൻക്രോച്ച്മെൻ്റൊക്കെ ഉണ്ടായത് കൊണ്ട് ആളുകൾ അതിനെ ഇങ്ങനെ പറഞ്ഞ് ആരും ഇത് ചെയ്യാതെ ഇരിക്കുവാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സംശയമില്ലായില്ല. 2023 ഞാൻ കൗൺസിലറായ സമയത്ത് ചെമ്പുമുക്ക് ജംഗ്ഷനിൽ വെച്ചിട്ട് എന്നെ ഒരു വണ്ടി വന്നിടിച്ചു. ഞാനൊരു 6 മാസം വരെ ഇങ്ങനെ കിടപ്പായിരുന്നു. എൻ്റെ ഷോളറിൻ്റെ എല്ല്, അതുപോലെ തന്നെ റിപ്സിൻ്റെ എല്ല് 3 പൊട്ടി. അപ്പോഴും ആളുകൾ പറഞ്ഞു ഈ ചിറയിൽ വന്ന് ഇതുപോലെ ഇത് നടത്തിയിട്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അന്ന് സൺഡേ ഒരു ദിവസം ഈ അനിൽ എന്ന് പറഞ്ഞ കോൺട്രാക്ടർ എടപ്പള്ളിയിലുള്ള ഒരു അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ പൂച്ച വട്ടം ചാടി അദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഇതിനകത്ത് പിന്മാറണമെന്നും പറഞ്ഞ് ഒത്തിരി പ്രഷർ എനിക്കുണ്ടായിട്ടുണ്ട്. പല ആളുകളുടെയും കയ്യിൽ നിന്ന്, പല രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. തണ്ണീർത്തട സംരക്ഷണ ഫണ്ട് ഉപയോഗിച്ചാണ് ചിറയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. 11 മാസം കൊണ്ടാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. 200 മീറ്റർ വാക്ക്വേ ആണ് ഇപ്പോഴുള്ളത്. 150 പുസ്തകങ്ങൾ അടങ്ങുന്ന കൊച്ചു ലൈബ്രറി, ഇരിപ്പിടങ്ങൾ എന്നിവയും നിർമ്മിച്ചു. ഓപ്പൺ ജിം പരിഗണനയിലാണ്. നിലവിൽ മഴവെള്ളമാണ് ചിറയിൽ സംഭരിക്കപ്പെടുന്നത്. 5,80,000 ലിറ്ററാണ് ചിറയുടെ സംഭരണശേഷി. ഇതൊരു കുടിവെള്ള പദ്ധതിയായി വിഭാവനം ചെയ്യാനാണ് ആലോചന. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് കോഴിക്കോടുള്ള ഒരു കമ്പനിക്ക് ഇവിടുന്ന് നമ്മൾ മെയിൽ ചെയ്തിട്ട് അവർ ഇവിടെ വന്നു അതിൻ്റെ വെള്ളമൊക്കെ ശേഖരിച്ച് അതിൻ്റെ റിപ്പോർട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ട്. അത് പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അങ്ങനെ കുടിവെള്ള പദ്ധതി അയക്കാൻ പറ്റില്ലെങ്കിൽ നീന്തൽക്കുളങ്ങളോ അല്ലെങ്കിൽ മത്സ്യം വളർത്തുന്ന പല കാറ്റഗറിയിലുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് നന്നാക്കിയത് കൊടുങ്ങല്ലൂരുള്ള ഒരു ആളുകളാണ് ഇതിൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളിലൊക്കെ വന്നത്. പൂർണ്ണമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് തനത് ഫണ്ടുണ്ട്, മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടുണ്ട്. കൂടുതലും മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഫണ്ട് ഇതിന് 60 ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും അത് ടെൻഡർ ചെയ്തപ്പോൾ 47,05,000 രൂപക്കാണ് ഒരു കമ്പനി, ടോട്ടിമോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇതിൻ്റെ വർക്ക് എടുത്തത്. പക്ഷേ അവരും ഈ കമ്പനിക്കാരും ഈ വർക്ക് ചെയ്യാതെ തന്നെ പിന്മാറി എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന്. ആ കമ്പനിയുടെ അടുത്തുനിന്ന് ഇവിടെയുള്ള നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തും കൂടിയായിട്ടുള്ള ഒരു മടത്തിപ്പറമ്പിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരാൾ, അനിൽ എന്നാണ് പുള്ളിയുടെ പേര്, അദ്ദേഹം അവരെ ഇന്ന് സബ് എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് ചെയ്ത് തീർത്തിട്ടുള്ളത്. നിലവിൽ ചിറയിലേക്ക് പൊതുജനങ്ങൾക്ക് ഇറങ്ങാൻ അനുവാദമില്ല. ഡ്രെഡ്ജിംഗ് കഴിഞ്ഞപ്പോൾ വലിയ ആഴമുള്ള ഇടമായി വാരിക്കോരിച്ചിറ മാറി. അതുകൊണ്ട് തന്നെ അപകട സാധ്യതയും കൂടുതലാണ്. 9 ദിവസം കൊണ്ടാണ് ചിറയിലെ വെള്ളം മുഴുവൻ വറ്റിച്ചത്. നാട്ടുകാരിൽ ചിലർ ഒരുമിച്ച്
കുറച്ച് മീനുകളെ ഇവിടെ വളർത്തുന്നുണ്ട്. വീട്ടിലെ അസോസിയേഷൻ്റെ ആൾക്കാരെല്ലാം ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട് കുറച്ച് കൊയ്ക്കാർപ്പിന് ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് അതിനുശേഷം ഈ കൊയ്ക്കാർപ്പിന് ഫീഡ് ചെയ്യാനായിട്ട് ഞാൻ ഡെയിലി വരും. ഓരോ ആൾക്കാർ ഈ മീനെ കണ്ടിട്ട് ഇവിടെ ആൾക്കാർ സ്ഥിരം വന്നു തുടങ്ങി, ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഒരു അംഗമായി മാറി. പിന്നെ ഞങ്ങളൊരു കമ്മിറ്റി ഫോം ചെയ്തപ്പോൾ ഞാൻ അതിലൊരു മെമ്പറായി. കാര്യം എൻ്റെ പല അയൽവക്കക്കാരും ഞാൻ ഇവിടെ വെച്ചാണ് കൂടുതലും പരിചയപ്പെട്ടേക്കുന്നത്. നല്ല ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കാൻ പറ്റി എനിക്കിവിടെ. വർഷങ്ങൾക്ക് മുൻപ് വാരിക്കോരിച്ചിറ വൃത്തിയാക്കാൻ നാട്ടുകാരിൽ ചിലർ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഫലം കണ്ടില്ല. ഈ ചിറയ്ക്ക് വേണ്ടിയിട്ട് ഒരു 25-30 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ചിറ നന്നാക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷെ അത് അതിൻ്റെ നടപടിയായി വരുമ്പോഴേക്കും ഇവിടെ ചില പേടിപ്പിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഭൂതമുണ്ട്, ഭാവിയുണ്ട്, ഇവിടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപത്ത് പറ്റും എന്നൊക്കെ പറഞ്ഞൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ സമയം ഇത്തരം സ്ഥലത്തെക്കുറിച്ച് ബാക്കി മുഴുവനും ഇതിനകത്ത് കയ്യേറ്റമാണ്. 80% കയ്യേറ്റമാണ്. അതിൽ ഒരാൾ മാത്രമേ ഇപ്പോൾ ഒഴിഞ്ഞു വന്നിട്ടുള്ളൂ. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലാണ് വാരിക്കോരിച്ചിറ സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് സമയം ചെലവഴിക്കാനും കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കാനുമെല്ലാം ചിറയ്ക്ക് ചുറ്റുമുള്ള ഇരിപ്പിടങ്ങൾ വലിയ സൗകര്യമാണ്. കുട്ടികളും കളിക്കാൻ ഇവിടെ പതിവായി എത്തുന്നുണ്ട്. നമ്മുടെ ബുക്ക് വെച്ചിരിക്കുന്നത് കൈരളി വായനശാല ലൈബ്രറിയുടെ അലമാരയാണ്. കൈരളി വായനശാലയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കൈരളി വായനശാല സ്ഥാപനം കൂടിയാണ്. അതായത് 1980 കൈരളി വായനശാല സ്ഥാപിച്ച അന്നത്തെ ഏറ്റവും ചെറിയ ആൾ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരു 10-14 പേര് കൂടി ആ സ്ഥലം വിലയ്ക്ക് വാങ്ങിച്ചു കൈരളി വായനശാലയ്ക്ക് സംഭാവന ചെയ്തു. അതിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ നമ്മളിവിടെ ഈ കയ്യേറ്റമൊക്കെ ഒഴിച്ച് കിട്ടണമെങ്കിൽ കിട്ടും. അത് കേസുണ്ട്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നത്തെ ഒരു റൂം വരും, വായനയ്ക്കുള്ള റൂം. കൈരളി വായനശാലയുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാൻ അതിന് സൈമണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ വെള്ളം ഉള്ളതുകൊണ്ട് ഈ പരിസരത്ത് ഒരു സ്ഥലത്തും വേനൽക്കാലത്ത് വെള്ളം ഇല്ലാണ്ട് വരില്ല. എല്ലാവർക്കും വെള്ളം കിട്ടും. ഒരു കുടിവെള്ള സ്രോതസ് കൂടിയാണ്. അതുകൂടാതെ ഇതിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ വീട്ടിൽ കിണറാണ്, പൈപ്പ് ലൈനില്ല. മിക്കവാറും വീടുകളിലൊക്കെ കിണറുണ്ട്. എല്ലാവർക്കും ഈ ശുദ്ധമായ വെള്ളം കിട്ടുന്നുണ്ട്. വ്യായാമത്തിനും സ്ഥിരമായി ഇവിടേക്ക് എത്തുന്നവരുണ്ട്. റോഡിലൂടെ നടക്കുമ്പോൾ എപ്പോഴും വാഹനങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെയാകട്ടെ പാട്ടും പാടി സുഖമായി നടക്കാം. ഇത് ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കാട് പിടിച്ച് തീരെ ആരും ഈ ഭാഗത്തോട്ട് വരാൻ പറ്റില്ല. അതുപോലത്തെ ഒരു അവസ്ഥയിൽ കിടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പറയാൻ പറ്റില്ല, അത്രയും നന്നായി ശരിക്കും. അപ്പോൾ ഇതിൻ്റെ പുറകെ പ്രവർത്തിച്ച എല്ലാവർക്കും ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നു. റോഡിൽ കൂടെ പോകുമ്പോൾ നമുക്ക് വണ്ടികൾ നിറച്ച് വരുന്നത് കൊണ്ട് നമുക്ക് വണ്ടി ഇടിച്ചിട്ട് പോകുമെന്ന് പേടി വരും. പിന്നെ പൊതുവേ പോകാം. ഇതിപ്പോൾ ഇത് വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നടക്കുക മാത്രമല്ല, ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാക്കിയില്ലേ, അത് ഒത്തിരി സന്തോഷം. എന്നാൽ ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിലും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര സേഫാണ്, പിന്നെ ക്ലീനാണ്, ഹൈജീനൊക്കെയാണ്. പ്രായമായവർക്ക് വാരിക്കോരിച്ചിറയെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്. ഇടയ്ക്ക് ചിറ മലിനീകരിക്കപ്പെട്ടത് ഇവരെ ആകെ വിഷമിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അതായത് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഈ കുളത്തിൽ കുളിച്ചിരുന്നാണ്. അന്ന് നല്ല വെള്ളമൊക്കെ ആയിരുന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും അത് അഴുക്കായി നിറച്ച് കുപ്പിയും പ്ലാസ്റ്റിക്കും അതും ഇതും അടുത്ത വീടുകളുടെ വേസ്റ്റും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇട്ട് കുളമാകെ ചീത്തയാക്കി കളഞ്ഞു. നല്ല ഒരു പരിശ്രമം കൊണ്ട് അതിപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള കുളം നല്ല രീതിയിൽ, അതായത് ഇപ്പോൾ വൈകുന്നേരം ഇവിടെ കുട്ടികൾക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഇതിൽ നടന്നു പോകാനും പിടിക്കാനും നടക്കാനുള്ള നല്ല സൗകര്യങ്ങളും എല്ലാം രീതിയിലുള്ള ഒരു നല്ലൊരു കുളമാക്കി ഇത് ഉയർത്തി. ഇതെൻ്റെ മകളുടെ മകനാണ്. അപ്പോൾ അയാളെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഇത് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. വീട് കൂടെ അടുത്ത് തന്നെയാണ് കാണുന്നത് വീട്. അപ്പം ഇടയ്ക്ക് വരും. നേരത്തെ 10-40 കൊല്ലം മുമ്പൊക്കെ നല്ല കറിയായിരുന്നു. അതിന് ശേഷം പിന്നെ വീട്ടുകാരി കക്കൂസും ബാത്റൂമൊക്കെ വെച്ച് അങ്ങനെയൊക്കെ നശിഞ്ഞ് പായലും പിടിച്ച് അഴുക്കും പിടിച്ച് നശിഞ്ഞ് കയറാൻ പറ്റാത്ത രൂപത്തിലായി. അതിന് മുമ്പ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നവളാണ്. ഞങ്ങൾ അലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നവളാണ്. 30 വർഷം മുമ്പ് വരെ ഞങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നവളാണ് അത്. അതിന് ശേഷമാണ് ഒക്കെ നശിപ്പിച്ചൊക്കെ കളഞ്ഞു. ഒന്നിനും കൊള്ളില്ലാണ്ടാക്കി. പിള്ളേർക്കാണെങ്കിലും കളിക്കാൻ സൗകര്യമായി, എല്ലാം കൊണ്ടും നല്ലതായി. ഇപ്പോൾ ജനകീയ ഇടപെടലിലൂടെ നവീകരണം നടത്തിയ ചിറയുടെ ഉദ്ഘാടനവും ജനകീയമായിരുന്നു. നാട്ടുകാരായ അമ്മമാർ ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അവരുടെ എല്ലാവരുടെയും പേരുകളും മതിലിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. നിരവധി വർഷങ്ങൾ മോശമായി കിടന്ന ചിറയ്ക്ക്
പുതുജീവൻ നൽകിയത് ഒരു നാടിന്റെ ആകെ ഇച്ഛാശക്തി കൊണ്ടാണ്. ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാകുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് വാരിക്കൊരിച്ചിറ.